ഹായ്, ഞാൻ ഡോക്ടർ നിത്യ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പിക് സർജൻ ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ, കൊച്ചി, കടവത്തറ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒവേരിയൻ സിസ്റ്റിനെ കുറിച്ച്. അപ്പോൾ ഒവേരിയൻ സിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓവറി എന്ന് പറയുന്ന ഓർഗൻസും എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ് ഇത് യൂട്രസിൻ്റെ സൈഡിൽ, നമ്മുടെ വയറിനകത്ത്, പെൽവസിനകത്ത് യൂട്രസിൻ്റെ സൈഡിൽ റൈറ്റിലും ലെഫ്റ്റിലും ഇരിക്കുന്ന രണ്ട് ഓർഗൻസാണ് റൈറ്റ് ഓവറി, ലെഫ്റ്റ് ഓവറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒവേരിയൻ സിസ്റ്റിൽ ഫ്ലൂയിഡ് ഫിൽഡ് കളക്ഷനെയാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവറിയിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കാരണം കൊണ്ട് ഫ്ലൂയിഡ് ഫിൽഡ് കളക്ഷൻസ് ആയിട്ട് വരും. ഇതൊരു അസുഖമായിട്ടും വരാം. അപ്പോൾ ഇതിനെയാണ് ഒവേരിയൻ സിസ്റ്റ്, ഒരു വാട്ടർ ബബിൾ മാതിരി ഫോം ആണ്. അപ്പോൾ ഇതാണ് ഒവേരിയൻ സിസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി ഒവേരിയൻ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 3 to 4 centimeters ആണ് നോർമൽ ഒവേരിയൻ സൈസ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒവേരിയൻ സിസ്റ്റ് ഫോം ആകുമ്പോൾ ഈ 3 to 4 centimeters ചിലപ്പോൾ 5 centimeter അല്ലെങ്കിൽ ഒരു 15 centimeter up to 20-25 centimeters വരെയും പോകുന്ന കേസസ് ഉണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഒവേരിയൻ സിസ്റ്റിൽ എന്താ കാരണം? മെയിൻലി ഇപ്പോൾ ഒവേരിയൻ സിസ്റ്റിൽ ഞാൻ പറഞ്ഞ ഫ്ലൂയിഡ് കളക്ഷൻ ആണത്. അതിൽ ചിലപ്പോൾ ഫ്ലൂയിഡ് കളക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ബ്ലഡ് കളക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് ആയിട്ട്. അത് കാരണങ്ങൾക്കനുസരിച്ചാണ് ഈ ഒവേരിയൻ സിസ്റ്റിൻ്റെ അകത്തുള്ള കണ്ടൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഒവേരിയൻ സിസ്റ്റിൻ്റെത് നോർമൽ ഫോംസ്, ഫങ്ഷണൽ ഒവേരിയൻ സിസ്റ്റ് എന്ന് പറയും. ഈ ഫങ്ഷണൽ ഒവേരിയൻ സിസ്റ്റ് വരുന്നത് ഒരു മെൻസ്ട്രേറ്റിംഗ് വുമനിൻ്റെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അൺടിൽ മെനോപോസ് വരും, പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പിലും കാണുന്നത്. ആർക്കൊക്കെ ഓവറീസ് ഫങ്ഷനിങ് ആവുന്നുണ്ടോ, ഡ്യൂറിങ് ഓവുലേഷൻ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഓവുലേഷൻ സ്കിപ്പായിട്ട് വരുന്നതോ, ഒരു ഹോർമോണൽ മില്യു മാറി വരുമ്പോൾ വരുന്ന ഒരു സംഭവമാണ് ഈ ഫങ്ഷണൽ ഒവേരിയൻ സിസ്റ്റ്. അപ്പോൾ ഈ ഫങ്ഷണൽ ഒവേരിയൻ സിസ്റ്റ് മിക്കവാറും നോർമൽ പാർട്ടാണ്. അതൊരു 3 to 6 months കഴിയുമ്പോൾ തന്നെ ഡിസപ്പിയർ ആവുന്നതാണ്. ഫങ്ഷണൽ ഒവേരിയൻ സിസ്റ്റിനെ തന്നെ ചിലപ്പോൾ നമ്മൾ സിമ്പിൾ ഒവേരിയൻ സിസ്റ്റം എന്നും പറയാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കോർപ്പസ് ലൂട്ടിയൻ സിസ്റ്റം. കോർപ്പസ് ലൂട്ടിയൻ സിസ്റ്റം എന്ന് വെച്ചാൽ എഗ്ഗ് എവറി മന്ത് ഓവറിൽ നിന്ന് എഗ്ഗ് റപ്ചർ ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കിയിൽ വരുന്ന അംശത്തിനെയാണ് കോർപ്പസ് ലൂട്ടിയൻ സിസ്റ്റം. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു വെള്ളം നിറഞ്ഞെടുക്കുന്ന നീർക്കത്തോ അല്ലെങ്കിൽ ബ്ലഡ് നിറഞ്ഞിട്ട് ഹിമോറേജിക് സിസ്റ്റം എന്നൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഈ ഫങ്ഷണൽ ഒവേരിയൻ സിസ്റ്റ് നോർമലാണ്. വിത്തിൻ 3 to 6 months ഒരു വെയിറ്റിംഗ് പീരീഡിൽ തന്നെ അത് മാറിയേക്കാം. പിന്നെ വരുന്ന അടുത്ത റീസൺ ഈ ഒവേരിയൻ സിസ്റ്റിൻ്റെ കാരണം ട്യൂമറാണ്. അത് ഇറ്റ് ക്യാൻ ബി ബിനൈൻ ട്യൂമേഴ്സ് ഓർ ഇറ്റ് ക്യാൻ ബി ക്യാൻസർ. ബിനൈൻ എന്ന് വെച്ചാൽ സ്ലോ ഗ്രോയിങ് ട്യൂമേഴ്സിനെയാണ് ബിനൈൻ എന്ന് പറയുന്നത്. പിന്നെ ക്യാൻസറസ്, ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വന്നിട്ട് ബുദ്ധിമുട്ട് തരുന്ന ഗ്രോത്തിനെയാണ് ക്യാൻസർ. അപ്പോൾ ഈ ബിനൈൻ ട്യൂമേഴ്സ് നോർമലി റീപ്രൊഡക്റ്റീവ് യങ് ഗേൾസിലും പിന്നെ അല്ലാതെ 30-35 years ആയിട്ട് വരുന്ന ലേഡീസിലും കാണാവുന്നതാണ് ബിനൈൻ ട്യൂമേഴ്സ്. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് ഒന്നും ചെയ്യേണ്ടതല്ല. അത് ഡിപ്പെൻഡിങ് ഓൺ സൈസ്, അതിൻ്റെ സൈസിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക എന്താ ചെയ്യുന്നത്. ക്യാൻസർ ആണെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ ഇനിയൊരു ഭാഗമാണ് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം എന്ന് പറയും. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഒവേരിയൻ സിസ്റ്റ്. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിൻ്റെ കാരണങ്ങൾ സെപ്പറേറ്റ് ആണ്. അതിൽ പല കാരണങ്ങളും ആയിരിക്കാം. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിൽ മെയിൻലി വരുന്നത് ബ്ലഡാണ്. ഇതിനകത്ത് കളക്റ്റഡ് ബ്ലഡ് ആയിരിക്കും. അതിനെ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും. ഈ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള പെയിന്, പിന്നെ പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം നോർമലി എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് സ്റ്റാർട്ട് ആവുന്നത് അറൗണ്ട് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ്. പക്ഷെ വളരെ റെയർ ആയിട്ട് ചെറിയ കുട്ടികൾക്കും അറൗണ്ട് ഒരു 14-15 years കുട്ടികൾക്കും അഡോളസെന്റ് എൻഡോമെട്രിയോസിസ് ആയിട്ടും കാണാറുണ്ട്. നോർമലി ഇത് കണ്ടുവരുന്നത് നമ്മൾ അറൗണ്ട് ഒരു 25 to 35 years ഏജ് ഗ്രൂപ്പിലാണ് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ടും വരാം, ഇന്ത്യയിൽ ബട്ട് മോസ്റ്റ് കോമൺ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്? മെയിൻലി ക്ലിനിക്കൽ എക്സാമിനേഷൻ, നമ്മൾ ഒ പിയിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒവേരിയൻ സിസ്റ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ അതിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യേണ്ടി വന്നേക്കാം. അതിൽ കൂടുതലും നിങ്ങൾ പെൽവിക് സ്കാൻ ചെയ്യുന്ന ട്രാൻസ്വജൈനൽ സ്കാനാണ്. മാരീഡ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൽ ആക്റ്റീവ് ആണെങ്കിൽ ട്രാൻസ്വജൈനൽ സ്കാനിനാണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുക. ചിലപ്പോൾ കൂടുതൽ ഇപ്പോൾ ഒവേരിയൻ സിസ്റ്റ് കണ്ടു എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ ചിലപ്പോൾ ഒരു എക്സ്ട്രാ MRI അല്ലെങ്കിൽ ഒരു CT സ്കാനോ ബ്ലഡ് ടെസ്റ്റ് വേണ്ടി വന്നേക്കാം.